ഇപ്പോൾ ഷെർമി ഉലഹന്നാൻ കൂടി ചേരുന്നു. എന്താണ് നമ്മുടെ ഈ ഒളിമ്പിക്സിന് പറ്റിക്കൊണ്ടിരിക്കുന്നത്? കാരണം വലിയ രീതിയിൽ ഒളിമ്പിക്സിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കാണ് വിനേഷ് ഫോഗട്ടിന്റെ ഈ അയോഗ്യത കൽപ്പിക്കൽ. കൃത്യം 100 ഗ്രാം വ്യത്യാസത്തിൽ, ഭാരവ്യത്യാസത്തിൽ വിനേഷ് ഫോഗട്ടിനെ അയോഗ്യത കൽപ്പിക്കുമ്പോൾ ഇത്തരത്തിലാണോ ഒരു ഒളിമ്പിക്സ് നടത്തേണ്ടത്? ഇത്തരത്തിൽ ലാഘവത്തോടു കൂടിയാണോ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ, രാജ്യം മൊത്തം നോക്കിക്കൊണ്ടിരിക്കുന്ന മത്സരങ്ങൾ നടത്തേണ്ടത് എന്നുള്ളൊരു ചോദ്യം വരികയാണ്. ഹലോ, പറഞ്ഞോളൂ. അതായത് ഇപ്പം ഈ വിനേഷ് ഫോഗട്ടിനെ അയോഗ്യരാക്കിയത് വിചാരിച്ച് നമ്മളിപ്പോ ന്യൂസ് വന്നതേ ഉള്ളൂ. അപ്പോഴത്തന്നെ നമ്മുടെ ഒരു കൈയുടെ ഒരു ഭാഗം അടന്നു പോകുന്ന ഒരു വേദനയാണ് നമുക്കുണ്ടായത്. അതായത് നമ്മൾ ഇന്നലെ അവരെ ഫൈനലിലോട്ട് കയറി അപ്പം മുതൽ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും, പ്രത്യേകിച്ച് സ്ത്രീകള്, ഇവരുടെ ഓരോ വിജയങ്ങളും നമ്മൾ ആഗ്രഹിച്ച് അതുപോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊക്കെ നിൽക്കുകയാണ്. ആ സമയത്താണ് ഇതുപോലൊരു കളികൾ. ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇങ്ങനെ ഒളിമ്പിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കായിക താരങ്ങൾ പിന്നെ ഈ പ്രസ്ഥാനത്തിൽ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? അത് നമ്മൾ പരിശോധിക്കുക തന്നെ വേണം. ഇതിനകത്ത് എന്തോ അട്ടിമറി നടന്നിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതെന്തായാലും ഇതിനകത്ത് കൊണ്ടുവരികയും ചോദ്യം ചെയ്യുകയും വിനേഷ് ഫോഗട്ടിന് അർഹിക്കുന്ന അംഗീകാരം നമ്മൾ മേടിച്ചു കൊടുക്കുക തന്നെ ചെയ്യണമെന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു ഇടപെടലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാകുന്നില്ല. കാരണം മത്സരം നടന്ന് ഇത്രയും സമയമായി, 3 മത്സരങ്ങൾ ജയിച്ചു, സിൽവർ മെഡൽ ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ ഒരു അവസരത്തിൽ പോലും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു അഭിനന്ദനം വിനേഷ് ഫോഗട്ടിന് ഒരു ഫോൺ കോൾ ആയി പോലും ലഭിച്ചിട്ടില്ല. അതൊരിക്കലും പ്രതീക്ഷിക്കേണ്ട കാര്യമല്ല. കാര്യം ആ കുട്ടി സമരം ചെയ്യാൻ വേണ്ടി മുൻപന്തിയിലുണ്ടായിരുന്നു. അവർക്ക് കിട്ടിയ അർജുന അവാർഡ് പുഴയിൽ ഒഴുക്കാനുള്ള അങ്ങനെയെല്ലാം നടന്നുകൊണ്ട് നമ്മൾ ഒരിക്കലും അതിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങളില്ല. പക്ഷെ അത് ഈ വെയിങ്ങിനോടനുബന്ധിച്ച് 100 ഗ്രാം എന്ന് പറയുന്നത് തന്നെ അതിന്റെ ഇപ്പൊ ഞാൻ പറയാം, അത് സ്ത്രീ എന്ന നിലയിൽ അതിന്റെ ഡ്രസ്സിലായിരിക്കാം, അതിന്റെ ആ ഇന്നറിൽ വരെ അതിന്റെ വെയിറ്റ് കാണും. ഈ 100 ഗ്രാം എന്നൊക്കെ പറയുന്നത് അതൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിനെതിരെ കളിക്കാർ ഇടപെട്ട് പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം സർക്കാരിൽ നമുക്ക് ഇനി ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ലെന്ന് നമുക്ക് ബോധ്യമായി കഴിഞ്ഞു കേന്ദ്ര സർക്കാരിൽ നിന്ന്. അതുകൊണ്ട് നമുക്ക് പ്ലെയേഴ്സിന് അവിടെ ഒളിമ്പിക് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് അവിടെ പോയിട്ടുള്ള ആളുകളെ കൊണ്ട് ഇടപെടുത്തണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ ഓരോ കായിക താരത്തിന്റെയും കൂടെ ഈ ഒളിമ്പിക് മേൽനോട്ട സമിതിയുടെ ആളുകൾ ഉണ്ടാവില്ലേ? ഇവരുടെ ഭാരം പരിശോധിക്കുന്ന കാര്യമായാലും ഭക്ഷണക്രമത്തിന്റെ കാര്യമായാലും. അപ്പോൾ ഇക്കാര്യത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച വന്നു എന്ന് വേണം കരുതാൻ. തീർച്ചയായും. കാര്യം നമ്മൾ വെയിങ്ങിന് മുന്നോടിയായിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും നമ്മൾ കുടിക്കാറില്ല. കാര്യം ഇത് എനിക്ക് തോന്നുന്നു 56 കിലോയിൽ നിന്ന് കുറച്ച് വെയിറ്റ് കുറച്ച് 50 കിലോ ആക്കി ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ കൃത്യമായി വെൽ പ്ലാനോട് കൂടിയാണ് നമ്മൾ വെയിങ്ങിനായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പം ഇതിനകത്ത് എന്തോ ഒരു കളികൾ നടന്നിട്ടുണ്ട്. കാര്യം 100 ഗ്രാം എന്നൊക്കെ പറയുന്നത് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. എത്രയാണ് നമുക്ക് അത് ശരിക്കും മൈന്യൂട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുപോലും ഇവരുടെ ഭാഗത്ത് നിന്ന് ഇത്ര ശ്രദ്ധിക്കാതെ കെയർലെസ് ആയിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ള രീതിയിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. ഇത് വിനേഷ് ഫോഗട്ടിന് സംഭവിച്ചുള്ള ഇനി ഒരിക്കലും ആർക്കും സംഭവിക്കാൻ പാടില്ല. അത് മാത്രമല്ല, അവരർഹിക്കുന്ന പൊസിഷൻ നമ്മൾ ഇപ്പം മത്സരിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഗോൾഡ് ഇല്ല സിൽവർ ഉറപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. അപ്പം അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് അത് തിരിച്ചടിയാകും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പം ഈ അയോഗ്യത എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ നന്ദി ശ്രീ ഷെർമി ഉലഹന്നാൻ, ഈ ഒരു അവസരത്തിൽ താങ്കളുടെ പ്രതികരണത്തിന്.